എല്ലാവർക്കും നമസ്കാരം. തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ എഴുത്തിൻ്റെ വായനയുടെ വഴികളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് എഴുത്ത് അല്ലെങ്കിൽ വായന സംബന്ധമായ ചർച്ച എത്രമാത്രം പ്രസക്തമാണ് എന്നറിയില്ല. അത് നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യൻ്റെ ഭാവനാ ജീവിതം എന്ന് പറയുന്നത്, ഇവിടെയും ഭാവനാപരമായ പലതും നമ്മൾ കണ്ടു, ഞാൻ അതിലേക്ക് വരാം. മനുഷ്യന്റെ ഭാവനാ ജീവിതം ആരംഭിക്കുന്നത് ഒരുപക്ഷെ എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറമായിരിക്കും. ഒരുപക്ഷെ മനുഷ്യവംശത്തിന്റെ ഉദയത്തോളം പഴക്കം അതിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഗുഹാജീവിതം മുതൽ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ഭാവനാ ജീവിതത്തെ അടയാളപ്പെടുത്താൻ കഴിയും. നമുക്ക് കേരളത്തിൽ തന്നെ വയനാടൊക്കെയുള്ള എടക്കൽ ഗുഹകളിൽ വെറുതെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ അതിലെ എഴുത്തുകൾ, ചിത്രങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ അവനെ ആവിഷ്കരിക്കാൻ വേണ്ടി, അവന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ജീവിതത്തിന്റെ വഴികളെയും ഭാവിയിലേക്ക് കാണാൻ വേണ്ടി വരച്ചു വെച്ച, എഴുതുവെച്ച കാര്യങ്ങളാണ്. സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഈ ജീവിതത്തിലും, നൂറ്റാണ്ടുകളൊക്കെ നമുക്ക് വിടാം, ഈ ഒരു ജീവിതത്തിലും നമുക്ക് രണ്ടു തരം ജീവിതമുണ്ട്. ഒന്ന് റിയൽ ലൈഫ്, ഈ യഥാർത്ഥ ജീവിതമാണ് നമ്മുടെ ജീവിതം. മറ്റൊന്ന് ഭാവനാത്മകമായ ജീവിതമാണ്, ഇതിനപ്പുറത്തുള്ള മറ്റൊരു ജീവിതം. യഥാർത്ഥ ജീവിതം നമുക്ക് പലപ്പോഴും പ്രശ്ന സങ്കീർണമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടാകും, ദുരന്തങ്ങൾ ഉണ്ടാകും, മറ്റ് കാര്യങ്ങളുണ്ടാകും. പൂർണ്ണമായും നമുക്ക് ബോധ്യപ്പെട്ടൊന്നാകണമെന്നില്ല നമ്മുടെ റിയൽ ലൈഫ്. അപ്പൊ ഈ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഭാവനാ ജീവിതം നയിക്കും എപ്പോഴും. മറ്റ് നമ്മുടെ പ്രതീക്ഷകളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ ഈ രണ്ട് ജീവിതത്തിനിടയിൽ ജീവിക്കുന്നവരാണ് മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മനുഷ്യർ. നമുക്ക് എപ്പോഴും ഇഷ്ടം യഥാർത്ഥ ജീവിതത്തിനേക്കാളും ഭാവനാ ജീവിതമാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നത്, സിനിമകൾ ഇഷ്ടപ്പെടുന്നത്, സംഗീതത്തെ ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ ജീവിതത്തിന് അപ്പുറത്തുള്ള മറ്റൊരു ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ കാലത്ത് എഴുത്തിനുള്ള, വായനക്കുള്ള പ്രസക്തി? അത് ഒരു മനുഷ്യനെ, എഴുതുന്ന ആളും വായിക്കുന്ന ആളുകളും അല്ലാത്ത മനുഷ്യരും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. എഴുതുന്ന മനുഷ്യൻ, വായിക്കുന്ന മനുഷ്യൻ ഒരൊറ്റ ജീവിതമല്ല ജീവിക്കുന്നത്, അനേക ജീവിതമാണ് ജീവിക്കുന്നത് എന്നതാണ്. അനേകം വ്യക്തികളിലൂടെ, അനേകം കാലങ്ങളിലൂടെ, അനേകം മനുഷ്യരിലൂടെ, അനേകം സാഹചര്യങ്ങളിലൂടെ, ചിന്തകളിലൂടെയൊക്കെ വായിക്കുന്ന മനുഷ്യൻ കടന്നു പോകുന്നു. ഇപ്പോ വരുന്ന സമയത്ത് അവിടെ റോബോട്ട് എക്സ്പോ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെ കയറിയ നമുക്കറിയാൻ പറ്റുന്നത് മറ്റൊരു ലോകമാണ്. നമ്മൾ വെറുതെ ഒരു കണ്ണട വെക്കുന്നു, സ്പെക്സ് വെച്ച് ഉടനെ മറ്റൊരു ലോകം നമുക്ക് കാണുന്നു, നമ്മൾ അതിൽ ആഹ്ലാദിക്കുന്നു, അല്ലേ? വേറെ നേരം അതിൽ ചെലവിടുന്നു. അത് ഭാവനാ ലോകമാണ്. അത് റിയൽ ലൈഫ് അല്ല എന്ന് നമുക്കറിയാം. എങ്കിലും എത്രയോ നേരം നമ്മൾ ആ ലോകത്ത് സഞ്ചരിക്കുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണത്? നമുക്ക് യഥാർത്ഥ ജീവിതം ഇല്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ മറ്റേതോ, ഞാനും അടങ്ങുന്ന ആളുകൾ മറ്റേതോ ലോകത്തെ സ്വപ്നം കാണും. എന്തിനു വേണ്ടിയാണിത്? തീർച്ചയായും അതാണ് സാഹിത്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ കാലത്തും ആ എക്സ്പോ അത് സാഹിത്യം കൂടിയാണ്. അത് കേവലം ആ ഭാവന മനുഷ്യന് നൽകിയതിൽ സാഹിത്യത്തിനുള്ള പങ്കും ചെറുതല്ല. മറ്റൊരു ലോകം, അവിടെയുള്ള മറ്റ് ജീവജാലങ്ങൾ, അവരുമായുള്ള നമ്മുടെ സംവാദങ്ങൾ, ഇതൊക്കെ സാഹിത്യം നമുക്ക് മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ, ഭാവനകളുടെ ഒരു ലോകമായിരുന്നു. ആ ലോകത്താണ്. അപ്പോൾ സാഹിത്യം പഠിക്കുന്ന, സാഹിത്യം വായിക്കുന്ന, സാഹിത്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരും മറ്റു മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. നിങ്ങളൊരു സാഹിത്യം വായിക്കുന്നു, ഇപ്പൊ ഒരു കാളിദാസൻ, നമ്മൾ കേട്ട കാളിദാസന്റെ ഒരു കൃതി വായിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാ മനുഷ്യരും. അത് വായിച്ച ശേഷം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനും അത് വായിക്കാതെ യാത്ര ചെയ്യുന്ന മനുഷ്യനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാളിദാസന്റെ ഇപ്പൊ മേഘസന്ദേശം അടങ്ങുന്ന കൃതികൾ വായിച്ച് ഉജ്ജയിനിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവിടുത്തെ ക്ഷിപ്ര നദിയെ കാണുന്ന ഒരു മനുഷ്യൻ, ഹിമാലയം കാണുന്ന ഒരു മനുഷ്യൻ, ഇതൊന്നും വായിക്കാതെ പോകുന്ന ഒരു മനുഷ്യൻ തമ്മിൽ ഒന്ന് നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്കുള്ള ഏതൊക്കെയോ ചിന്തകളും പേറിയാണ് വായിക്കുന്ന മനുഷ്യൻ പോകുന്നത്. അവിടെ ഉജ്ജയിനിയിലെ കാറ്റേൽക്കുമ്പോൾ അത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ഏതൊക്കെയോ ലോകങ്ങൾ വായിച്ച മനുഷ്യരെ പുണരുന്നു. വായിക്കാത്ത മനുഷ്യരെ ചിലപ്പോൾ ആ അനുഭവം ലഭ്യമായെന്ന് വരില്ല. ഇതാണ് സാഹിത്യത്തിന്റെ, എഴുത്തിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. മറ്റൊന്ന്, ഭാവന മാത്രമാണോ എഴുത്ത്? അല്ലെങ്കിൽ ഭാവന മാത്രമാണോ നമുക്ക് സാഹിത്യം നൽകുന്നത്? ഒരിക്കലുമല്ല. അത് തൊട്ടു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു. സാഹിത്യത്തിന്
ഒരു ചരിത്രം കൂടിയാണ്. ഒരു നാടിന്റെ ചരിത്രം, ഒരു ദേശത്തിന്റെ ചരിത്രം, ദേശത്തിന്റെ സംസ്കാരം, ദേശത്തിന്റെ രാഷ്ട്രീയം, ഇങ്ങനെയെല്ലാം ചേർന്ന് പോകുന്നതാണ് ഒരു സാഹിത്യം. അപ്പൊ ഒരു സാഹിത്യം, ഇപ്പം കാളിദാസനോ ഭാസൻ, പ്രാചീനമായ നമ്മുടെ എല്ലാ ചരിത്രവും നമ്മുടെ സാഹിത്യത്തിലാണ് അടയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സാഹിത്യം എന്നത് ഭാവന മാത്രമല്ല, അത് ഒരു നമ്മുടെ നാടിന്റെ, മനുഷ്യരുടെ ഒരു ചരിത്ര ജീവിതം കൂടിയാണ്. ഇപ്പൊ ഇന്ത്യയിൽ യൂറോപ്യൻ മൊത്തം വന്നു, ബ്രിട്ടീഷുകാരടങ്ങുന്ന, ഫ്രഞ്ചുകാരടങ്ങുന്ന ആളുകളൊക്കെ വന്നു. അപ്പൊ അവരാദ്യം ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ചു. ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ അവർ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതമോ രാഷ്ട്രീയക്കാരുടെ ജീവിതമോ പഴയ ഭരണാധികാരികളുടെ ജീവിതമോ അല്ല ആദ്യം തെരഞ്ഞു പോയത്. നമ്മുടെ സാഹിത്യമാണ്. നമ്മുടെ സാഹിത്യമാണ് അവർ പഠിച്ചത്. നമ്മുടെ സാഹിത്യമാണ് അവർ ട്രാൻസ്ലേഷൻ ചെയ്തത്. ഇത് എന്തിനു വേണ്ടിയായിരുന്നു? സാഹിത്യത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ, ചരിത്രത്തിന്റെ, സംസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും അടയിരിക്കുന്നതെന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കാളിദാസൻ ഇംഗ്ലീഷിലായി, മഹാഭാരതം ഇംഗ്ലീഷിലേക്കായി, അതിൽ തന്നെ ഭഗവത്ഗീത പ്രത്യേകം അടറുകളായി എടുത്ത് അത് ഇംഗ്ലീഷിലായി. നമ്മുടെ നീതിശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതെല്ലാം ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ ജർമ്മനിലേക്ക്, മറ്റു ഭാഷകളിലേക്കെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടു. അവരെല്ലാം ആ സാഹിത്യത്തിലൂടെ പഠിച്ചത് നമ്മുടെ ദേശത്തിന്റെ ചരിത്രമാണ്, ആ ദേശത്തിന്റെ സംസ്കാരമാണ്, ആ ദേശത്തിന്റെ രാഷ്ട്രീയമാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും സാഹിത്യം എന്നത്, അല്ലെങ്കിൽ സാഹിത്യ വിജ്ഞാനീയം എന്നത് ചരിത്ര വിജ്ഞാനിയായിത്തീരുന്നു. ചരിത്ര വിജ്ഞാനം എന്നുള്ളത് സംസ്കാര വിജ്ഞാനിയായിത്തീരുന്നു. അത് രാഷ്ട്രീയ വിജ്ഞാനിയായിത്തീരുന്നു. അത് മനുഷ്യ വംശത്തിന്റെ ആകെ, ഒരു ദേശത്തിന്റെ ആകെ വിജ്ഞാനമായി തീരുന്നു എന്നുള്ളതാണ്. അതാണ് സാഹിത്യം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയ ലോകം എന്ന് പറയുന്നത്, അല്ലെ യഥാർത്ഥ ലോകം എന്നത്. ഇതാണ് സാഹിത്യത്തിന്റെയും ഭാവനയുടെയും മനുഷ്യ എഴുത്തുകളുടെയും പ്രസക്തിയും പ്രത്യേകതയും. എന്നാൽ എല്ലാ കാലത്തും ഈ സാഹിത്യത്തെ അങ്ങനെ നമുക്ക് അടയാളപ്പെടുത്തി പോകാൻ പറ്റുമോ? പഴയ കാലം പോലെ ഈ കാലത്തിരുന്ന് നമുക്ക് എഴുതാനും വായിക്കാനും കഴിയുമോ? പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ ഒരു 2-3 സെഷൻ കഴിഞ്ഞ് നിങ്ങൾ ആകെ അസ്വസ്ഥരാണ്. അപ്പൊ അങ്ങനെ അസ്വസ്ഥമായിരിക്കുന്ന ഒരു സമയത്തിരുന്നു കൊണ്ട് നമുക്ക് വെറുതെ സാഹിത്യം എന്ന് പറയുന്നത് ചരിത്രമാണ്, എല്ലാ കാലത്തും അത് ചരിത്രമായി നിലനിൽക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓരോ കാലത്തും അത് മാറി 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 ഏറ്റവും പുതിയ, നമ്മൾ ജെൻസി, ജെൻസെഡ് എന്ന് വിളിക്കുന്ന ഈ കാലത്തും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സാഹിത്യത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ പ്രാചീന സാഹിത്യങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വലിയൊരു ചേർച്ച അവിടെ കാണാം. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിലെ ഏത് സാഹിത്യം എടുത്തു നോക്കിയാലും മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അന്യമല്ലെന്നും പ്രകൃതിയിൽ നിന്നും വേറിട്ടൊരു ജീവിതം മനുഷ്യർക്ക് ഒരിക്കലും സാധ്യമല്ലെന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാവുകയും ആ ബോധ്യത്തിൽ നിന്നാണ് സാഹിത്യം രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് നമ്മുടെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രാചീന സാഹിത്യം എടുത്തു നോക്കിയാൽ അത് പ്രകൃതിക്ക്, അന്ന് പരിസ്ഥിതി ബോധ്യമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെ പരിസ്ഥിതി വാദങ്ങളോ ഇതൊന്നും ഉണ്ടാവാത്തൊരു കാലത്താണ് മനുഷ്യനും പ്രകൃതിയും ഒന്നാവുന്നത്. ഇപ്പൊ അഭിജ്ഞാന ശാകുന്തളം പോലെയുള്ള ഒരു കൃതി എടുത്തു നോക്കിയാൽ അത് പ്രകൃതിയാണ് മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അവരുടെ ദുഷ്യന്തനും ശകുന്തളയായിട്ടുള്ള പ്രണയത്തിന് നിദാനമായി തീരുന്നൊരു വണ്ടാണ്. അവിടെ ചെടികളാണ്, വെള്ളമാണ്, ജലമാണ്, ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ മുഴുവൻ മനുഷ്യനോടൊപ്പം ചേരുന്നു. പോകട്ടെ, അവിടെ ശകുന്തള ഇറങ്ങി പോകുന്ന സമയത്ത് കണ്ണീർ പൊഴിക്കുന്നത് വനജോസിന് ഒരു മുല്ലവള്ളിയാണ്. കണ്ണുനീർ പൊഴിക്കുന്നത് പോലെ പൂക്കളും ഇലകളും കൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ നടന്നു പോകുമ്പോൾ പിന്നാലെ ദുഃഖത്തോടെ സഞ്ചരിക്കുന്നത് ഗർഭിണിയായ മാൻപേടയാണ്. ഇങ്ങനെ മാനും വണ്ടും ഇലകളും പൂക്കളും മരങ്ങളും ഒക്കെ അടങ്ങിയ വിശാലമായ ഒരു ജൈവബോധത്തിന്റെ പേരായിരുന്നു നമുക്ക് പ്രാചീന കാലത്ത് സാഹിത്യം. അത് ആ സമയത്ത് നമുക്ക് എന്തൊക്കെയോ ഭയങ്ങൾ നേരിട്ടത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ മിന്നലിനെയും ഇടിയെയും കാറ്റിനെയും വെളിച്ചത്തെയും വെള്ളത്തെയും എല്ലാം ആരാധിക്കുകയും അതിനനുസരിച്ചുള്ള സാഹിത്യം രൂപപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്നും നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ നിന്നും മറ്റ് ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഒരു ഇടമായി നമ്മൾ സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യൻ എക്കാലവും അഭയം പ്രാപിക്കാനുള്ള ഒരിടമായിരുന്നു. എങ്ങനെയുള്ള അഭയം? മനുഷ്യന്റെ തീവ്രമായ ദുഃഖങ്ങളിൽ നിന്ന്, മനുഷ്യന്റെ തീവ്രമായ പ്രശ്നങ്ങളിൽ. ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക, കോവിഡ് കാലത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ അഭയം പ്രാപിച്ചത് പുസ്തകങ്ങളിലാണ്. ആത്മഹത്യയിൽ നിന്നും പലരും രക്ഷപ്പെട്ടത് പുസ്തക വായനയിൽ നിന്നാണ്. അപ്പൊ എക്കാലത്തും മനുഷ്യർക്കുള്ള ഒരു അഭയ കേന്ദ്രമായിരുന്നു സാഹിത്യം എന്നത്. ആ സാഹിത്യം കാലാകാലങ്ങളിൽ പരിണമിച്ച് പിന്നീടുള്ള കാലത്തെത്തി നോക്കൂ. പിന്നീടുള്ള കാലമാവുമ്പോഴേക്കും അത് വീണ്ടും 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 പരിണമിച്ച് പ്രകൃതിയിൽ നിന്നും മാറി, മറ്റ് ഭയങ്ങളിൽ നിന്നും മാറി, ആരാധനയിൽ നിന്നൊക്കെ മാറി, നവോത്ഥാന കാലമായപ്പോഴേക്കും അത് മറ്റൊരു തലത്തിലേക്കായി മാറി സാഹിത്യം. ഇപ്പൊ മനുഷ്യനെ കുറിച്ച് പറയാൻ തുടങ്ങി. അതിനു മുമ്പ് ദൈവങ്ങളെയുള്ളൂ,
മറ്റാരാധനകളേ ഉള്ളൂ, രാജാക്കന്മാരേ ഉള്ളൂ, അവരെ കുറിച്ചുള്ള സ്തുതികളെയൊക്കെ ഉള്ളൂ. പക്ഷെ നവോത്ഥാന കാലമായപ്പോൾ മൊത്തം മാറി. മനുഷ്യനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഹ്യൂമനിസം, മാനവികത, മനുഷ്യനെ കുറിച്ചുള്ള ഇപ്പൊ ഡാൻഡെ അടങ്ങുന്ന ആളുകൾ, സെർവാൻഡസ് അടങ്ങുന്ന ആളുകൾ, ലോകത്ത് മാർട്ടിൻ ലൂതർ അടങ്ങുന്ന ആളുകളൊക്കെ മനുഷ്യനെ കുറിച്ചുള്ള സാഹിത്യം നിരന്തരമായി രചിക്കുകയും, നമ്മുടെ കേരളം എടുത്തു നോക്കൂ, ഇപ്പൊ നാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയും നവോത്ഥാന പിതാവ് എന്നൊക്കെ. കേരളത്തിലും ആ കാലത്ത് മനുഷ്യനെ കുറിച്ചുള്ള സാഹിത്യമാണ്. മനുഷ്യാണ് ആ മനുഷ്യത്വം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ഇങ്ങനെ നിരന്തരമായി മനുഷ്യൻ 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 എന്ന്, അതൊക്കെ സാഹിത്യമാണ് കേട്ടോ. നാരായണ ഗുരുവിന്റെ കവിതകളിലെ വരികളാണ്. നമുക്കതറിയില്ല, നമ്മളത് എടുത്ത് പ്രയോഗിക്കുന്നു. പക്ഷെ നമ്മൾ എല്ലാ കാലത്തും നാരായണ ഗുരുവിന്റെ പ്രത്യേകത, അദ്ദേഹത്തെ നമ്മൾ നവോത്ഥാന നായകനായിട്ട് അടയാളപ്പെടുത്തും. പക്ഷെ സാഹിത്യകാരനായിട്ടോ കവിയായിട്ടോ അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമാണ്. മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലും അനേകം കൃതികൾ എഴുതി നമ്മെ മുന്നോട്ട് നയിച്ച ഒരു നേതൃത്വമായിരുന്നു ഗുരു. കൃത്യമായ ആധുനികത, അതാണ് കാലം. നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഗുരുവിനെ കൂടി മലയാളത്തിൽ എടുത്ത് പരിശോധിക്കേണ്ടി വരും. ഗുരുവിന്റെ ദൈവദശകം എന്നൊരു കൃതിയുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ ഗീതമായൊക്കെ കോളേജുകളിലും സർവകലാശാലകളിലും സ്കൂളുകളിലും ഒക്കെ ചൊല്ലുന്ന ഒരു കാര്യമാണ്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. നമ്മൾ പ്രാർത്ഥനാ ഗീതമായി അത് കാണും. പക്ഷെ അതിൽ ഒന്ന് രണ്ട് വരികൾ നമ്മൾ മാറ്റിവെച്ചാൽ അത് കാലത്തിന്റെ അടയാളമാണ്. നാവികൻ, അതിന്റെ അർത്ഥം ഇതാണ്, ദൈവമേ നീ നാവികനാണ്. ഒരുപക്ഷെ നമ്മുടെ പോയറ്റിൽ ആദ്യമായി പറഞ്ഞത് നാവികൻ എന്ന് ദൈവത്തെ വിളിച്ചിട്ടുണ്ടാകുന്ന നാരായണ ഗുണമാണ്. തീർന്ന് അവിടെ നിർത്തുന്ന ആവിവൻ തോണി നിൻ പദം. ആവിവൻ തോണി എന്ന് പറഞ്ഞാൽ ആവിക്കപ്പൽ. ആവിക്കപ്പൽ ഓടിച്ചു വരുന്ന ഒരു നാവികനാണ് ദൈവമേ നീ എന്ന്. നമ്മുടെ എന്തിനാണിത് ഗുരുവിൽ എഴുതിയത്? നാവികൻ എന്ന പദം എപ്പോഴാണ് ലോകത്തുണ്ടാവുന്നത്? നവോത്ഥാന കാലത്തിന് ശേഷമാണ്. ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്ത ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസിന് ശേഷമാണ്. ഇതിനൊക്കെ ശേഷം അവിടെ ഗുരുവിന് നിയന്താവ് എന്ന് ഉപയോഗിക്കായിരുന്നു, മറ്റെന്തെങ്കിലും പദങ്ങൾ ഉപയോഗിക്കായിരുന്നു. അത് ഉപയോഗിച്ചാൽ എത്രയോ നൂറ്റാണ്ട് അപ്പുറത്തായി പോവും നമ്മുടെ സാഹിത്യവും നമ്മുടെ ജീവിതവും. അതുകൊണ്ട് നാവികൻ, കാരണം അന്ന് ലോകം മുഴുവൻ കീഴടക്കുന്നവരാണ് നാവികന്മാർ. പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തുന്നു, പുതിയ സംരംഭങ്ങൾ ഓരോ രാജ്യത്തും ഓരോ ഭൂഖണ്ഡങ്ങളും തുടങ്ങുന്നു. അപ്പൊ നാവികനാണ് പ്രധാനം. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് നാവികനാക്കി മാറ്റിക്കളയാം എന്ന അടിസ്ഥാനത്തിൽ. മറ്റൊന്ന് നോക്കൂ, ആവിവൻ തോണി നിൻ പദം. ആവിക്കപ്പലാണ് ദൈവത്തിന്റെ പാദങ്ങൾ. ഗുരുവിന് തോണി എന്ന് എഴുതായിരുന്നല്ലോ, അല്ലെങ്കിൽ സംസ്കൃതം അറിയാവുന്ന ആളല്ലേ, നൗക എന്ന് എഴുതാമായിരുന്നല്ലോ. ഇതൊന്നും എഴുതാതെ ആവിക്കപ്പൽ എന്ന് എന്തിനാണ് എഴുതിയത്? കാലം മാറി, തോണിയുടെ കാലം മാറി, പായക്കപ്പലുകളുടെ കാലം മാറി, ആവിക്കപ്പലുകൾ വന്നു തുടങ്ങി. ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വി.ഒ. ചിദംബരം പിള്ളി അടങ്ങുന്ന ആളുകൾ തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയൊക്കെ തുടങ്ങിയ ഒരു കാലമാണ്. ആ കാലത്ത്, പുതിയ കാലത്ത് സ്റ്റീം കമ്പനികളൊക്കെ ആരംഭിക്കുന്ന ഒരു കാലത്ത് ദൈവമേ നീ തോണിയിൽ വരൂ എന്ന് പറഞ്ഞാൽ അത് കാലനിഷേധാണ്, നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ നിഷേധാണ്, സാഹിത്യത്തിന്റെ പോലും നിഷേധാണ്. അതുകൊണ്ട് ഗുരു അപ്രകാരം ഉപയോഗിച്ചു. ഇതേപോലെ സുബ്രഹ്മണ്യ കീർത്തനമൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ഞെട്ടിപ്പോവും. ദൈവത്തൊക്കെ സ്തുതിക്കുന്ന കീർത്തനങ്ങളാണ്. പക്ഷെ അതിൽ ഗുരു ഉപയോഗിക്കുന്നത് ജയിലി റെയിലി റോഡ് എന്നാണ്. ജയിലിൻ വേഗം ജയിക്കും ജരാനരതൻ, അല്ല, റെയിലിൻ വേഗം ജയിക്കും ജരാനരതൻ, ജയിലിൽ പാർപ്പാൻ വലയ്ക്കലേ എന്നാണ്. റെയിൽ എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമുക്ക് ഒരു ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കീർത്തനത്തിൽ ഒരാൾ കൊണ്ടുപോയി റെയിൽ എന്ന് എഴുതണമെങ്കിൽ അത് കാലത്തിന്റെ അടയാളാണ്. മറ്റെന്തെങ്കിലുമൊക്കെ എഴുതായിരുന്നു. കാരണം നമ്മൾ അന്ന് മലയാളികൾ കണ്ട അനുഭവിച്ച വേഗതയുടെ അടയാളം എന്ന് പറയുന്നത്, ഏറ്റവും കൂടിയ വേഗതയുടെ അടയാളം എന്ന് പറയുന്നത് അന്ന് റെയിലും ട്രെയിനുമായിരുന്നു. അതിനു മുമ്പ് നമുക്ക് പല്ലക്കുകളായിരുന്നു, മഞ്ചലുകളായിരുന്നു, മറ്റു വാഹനങ്ങളായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ വേഗത്തെ അടയാളപ്പെടുത്തിയത് അതൊക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മുടെ കൊളോണിയൽ മോഡേണിറ്റിക്ക് ശേഷം നമുക്ക് ട്രെയിൻ കിട്ടി, റെയിൽ വന്നു. ഗുരു അതിനെ കണ്ടു. തന്റെ കവിതകളിൽ ഗുരു എഴുതി റെയിലിൻ വേഗം ഏറ്റവും. കാരണം അന്ന് നമുക്ക് വിമാനത്താവളം ഇല്ല, എയർപോർട്ടുകളില്ല. നമ്മുടെ സ്വപ്നം, കേരളത്തിലെ സ്വപ്നങ്ങളിൽ പോലും നമ്മൾ വിമാനത്തിൽ പറന്നു പോകുന്നതില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ വേഗത അന്ന് ട്രെയിനാണ്, റെയിലാണ്. അതുകൊണ്ട് ഗുരു ഉപയോഗിച്ചു. ഇന്നാണ് ഗുരു ഈ പോയം എഴുതുന്നതെങ്കിൽ ഉറപ്പായിട്ട് എഴുതിയതിനെ ഫ്ലൈറ്റ് എന്ന് കവിതകൾ എഴുതി വെച്ചതിനെ ഗുരു. അതാണ് ഞാൻ പറയുക, കാലവും സാഹിത്യവും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ചേർച്ച എന്ന് പറയുന്നത് ഇതാണ്. അത്തരത്തിലാണ് ഗുരു റോഡ് എന്ന് എഴുതുന്നു. റോഡ് ഏത് കാലത്ത് വന്നു? ജയിൽ, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പദം. ജയിൽ, തടവറ എന്നുള്ള പദം ഉണ്ടല്ലോ നമുക്ക്, അത് എഴുതിയ പോരായിരുന്നു ഗുരുവിന്, അല്ലേ? പോരാ, കാരാഗ്രഹം എന്ന സംസ്കൃത പദം ഉണ്ടല്ലോ. ഗുരു ഒന്ന് രണ്ട് പഴയ കവിതകളിൽ കാരാഗ്രഹം അതും വിട്ടു.
എന്തിനാണ് ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ജയിൽ എന്നൊരു യൂറോപ്യൻ പദത്തെ എടുത്തിട്ട് കവിതകളിൽ ഉപയോഗിച്ചത്? മറ്റു രണ്ട് പദങ്ങൾ നമുക്കിരിക്കെ, അതും കാലത്തിന്റെ അടയാളമാണ്. കാരണം നമ്മുടെ കേരളീയ സാഹചര്യത്തെ സംബന്ധിച്ച് അന്ന് കാരാഗൃഹം എന്ന് പറയുന്നത് ജാതി തിരിച്ചുള്ള, മതം തിരിച്ചുള്ള കാരാഗൃഹങ്ങളായിരുന്നു. കാരാഗൃഹങ്ങളിൽ നടപ്പിലാക്കിയ ശിക്ഷ, രാജാക്കന്മാരുടെ കീഴിലാണല്ലോ അന്ന് കാരാഗൃഹം, നാടുവാഴികളുടെ കീഴിൽ. അന്ന് നടപ്പിലാക്കിയ ശിക്ഷ നമുക്കറിയാം. തിളക്കുന്ന എണ്ണയിൽ കൊണ്ടുപോയി കൈമുക്കും. അത് ജാതി തിരിച്ചാണ്. ഏറ്റവും താഴേക്കടിയിലുള്ള ജാതി വ്യവസ്ഥയിലുള്ള ആളുകൾക്ക് നൽകിയ ശിക്ഷ. ഒരു മൂർഖനെ ഇട്ട കുടത്തിലേക്ക് കൈകടത്തും. ഇങ്ങനെയാണ് സത്യം തെളിയിച്ചത്, അല്ലേ? മറ്റുള്ളവർക്കൊന്നും വലിയ ശിക്ഷകളില്ലതാനും. ഇതാണ് കാരാഗൃഹം. ഇത് ഏറ്റവും മോഡേണിറ്റിയിൽ അല്ലെങ്കിൽ ആധുനിക കാലത്ത് കൊണ്ടുപോയി കാരാഗൃഹം എന്ന് കവിതയിൽ പ്രയോഗിച്ചാൽ അത് മാനവിക വിരുദ്ധാണ്, മനുഷ്യത്വ വിരുദ്ധാണ്. ഹ്യൂമനിസം എന്ന വാക്കിന് പോലും എതിരാണ്. അതുകൊണ്ട് പക്ഷെ ജയിലിന്റെ പ്രത്യേകത എന്താ? ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ജയിലിൽ ജാതിയോ മതവും ഇല്ല. എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് അതിൽ കൊണ്ടുപോയി ഇടുന്നു, അല്ലേ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഒരൊറ്റ സ്വപ്നം, ആ സ്വപ്നത്തിന്റെ പേരായിരുന്നു സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന സ്വപ്നത്തിന് വേണ്ടി മനുഷ്യർ ഒരുമിച്ച് കൂടിയ, ജാതി മതഭേദമന്യേ ഒരുമിച്ച് കൂടിയ അതിന്റെ പേരായിരുന്നു ജയിൽ. അതുകൊണ്ട് ആ സ്വപ്നമാണ് ആധുനികതയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ആ ബോധ്യമുള്ളത് കൊണ്ടാണ് കവിതകളിൽ ഗുരു എന്തുപയോഗിച്ചത്? ജയിൽ എന്ന് തന്നെ ഉപയോഗിച്ചു. മനഃപൂർവ്വമാണത്. കൃത്യമായ കാലത്തിന്റെ അടയാളമാണ്. ഒന്നും വേണ്ട. ക്ഷേത്ര സങ്കല്പെടുത്ത് നോക്കൂ. നമ്മുടെ സാഹിത്യത്തിലെ ഗുരുവിന്റെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. സോദരത്വം. സോദരത്വം എന്ന് പറയുന്ന ആ വാക്കിനെ ഗുരു നേരെ ഇങ്ങെടുത്തു, കവിതയിൽ ഉപയോഗിച്ചു. എന്നിട്ട് ക്ഷേത്ര ചുവരിൽ എഴുതി വെച്ചു, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ഇതൊരു മാതൃകാസ്ഥാനമാണ് എന്ന്. അത് ആധുനികതയുടെ വെളിച്ചമാണ്. അപ്പൊ ഈ ആധുനികതയുടെ വെളിച്ചം, നവോത്ഥാന കാലത്തിലെ വെളിച്ചം നമ്മുടെ സാഹിത്യത്തിലുടനീളമുണ്ട്. ഇന്ത്യയിലെ എല്ലാ സാഹിത്യ, ലോക സാഹിത്യത്തിൽ വന്നതുപോലെ, ഇന്ത്യയിലെ മറ്റു സാഹിത്യത്തിൽ വന്നതുപോലെ നമ്മുടെ മലയാള സാഹിത്യത്തിലും വന്നു. ആശാൻ അടങ്ങുന്ന ആളുകൾ എഴുതി. അതുവരെയുള്ള സ്ത്രീ ജീവിതത്തെ മുഴുവൻ, അതിൻ്റെ ഒരു ഘടകങ്ങൾ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ വന്നു. നമ്മുടെ പഴയ സാഹിത്യത്തിലെ സ്ത്രീകൾ എടുത്തു നോക്കൂ, പഴയ സാഹിത്യം എടുത്തു നോക്കൂ. സ്ത്രീകളുടെ അങ്കലാവണ്യ വർണ്ണന മാത്രമേ ഉള്ളൂ. ശരീരത്തെ വർണ്ണിക്കുക സ്ത്രീകളുടെ മനോഹരമായിട്ട്. അത് കണ്ട് ആസ്വദിക്കുന്ന വായനക്കാർ. ആധുനിക വന്നതോടുകൂടി അത് മാറിയില്ലേ? ആശാന്റെ ചിന്താവിഷയായ സീതയടങ്ങുന്ന കൃതികൾ വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്ത്രീ ജീവിതം റദ്ദ് ചെയ്യപ്പെട്ടു. പകരം ചോദ്യം ചെയ്യപ്പെടുന്ന സ്ത്രീ വന്നു. അതിയായ ചിന്ത വഹിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ വന്നു. സാഹിത്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിചിന്ത വഹിച്ച് സീത പോയി സ്ഥിതി ചെയ്താളുടെ ജാന്ത. അതിചിന്ത വഹിക്കുന്ന ഒരു സ്ത്രീ. അതുവരെ ചിന്ത വഹിച്ചൊക്കെ പുരുഷാധികാരത്തിന്റെ മേലായിരുന്നു. പക്ഷെ ചിന്തിക്കുന്ന സ്ത്രീ വന്നു. നമ്മുടെ രാമായണം തന്നെ പൊളിച്ചെഴുതപ്പെട്ടു. മറ്റു കാര്യങ്ങളൊക്കെ പൊളിച്ചെഴുതപ്പെട്ടു, അല്ലേ? ആ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഭർത്താവിന്റെ കീഴിൽ അടിമയായി നിന്ന് ഭൂമിയിലേക്ക് പോകുന്ന സ്ത്രീക്ക് പകരം അവൾ ചോദിക്കുന്നത്, ശരി പാവയോ ഇവൾ എന്ന്. നിന്റെ വാക്ക് കേട്ട് വീണ്ടും വീണ്ടും നിന്നോടൊപ്പം വരാൻ ഞാനെന്താ നിന്റെ പാവയോ? ഫെമിനിസം വന്നു. അന്ന് ഫെമിനിസ്റ്റ് സിദ്ധാന്തങ്ങളും എക്കോ ഫെമിനിസ്റ്റും ഇതൊന്നും വരാത്തൊരു കാലത്തിരുന്നു കൊണ്ടാണ് പുരുഷനെ ചോദ്യം ചെയ്യുന്ന, പുരുഷ അധികാരത്തെ തകർത്ത് കഴിയുന്ന സ്ത്രീകളുടെ ചോദ്യചിഹ്നമായി നമ്മുടെ മലയാള സാഹിത്യം വളരുന്നത്. അത് കാലത്തിന്റെ മോഡേണിറ്റിയുടെ ഇടമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പ്രാചീന കാലത്തെ സാഹിത്യം അല്ലത്. അതൊക്കെ മാറി 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 ഏറ്റവും പുതിയ കാലത്ത് അത് മാറി. അതിലും നിന്നില്ല നമ്മുടെ സാഹിത്യം, വീണ്ടും മാറി. ഇപ്പൊ കവിതകൾ എടുത്തു നോക്കുക. കവിതകളിലൊക്കെ വലിയ, ഞാൻ ഓരോന്നായി പറയാം, കവിതകളിൽ വലിയ മാറ്റം വന്നു. ഇന്ന് മഹാകാവ്യം വായിച്ചിട്ടുള്ള ആളുണ്ടോന്ന് അറിയില്ല, എങ്കിലും ഞാൻ പറയാം, വലിയ കാവ്യങ്ങൾ എന്ന അർത്ഥം മാത്രം എടുക്കുക, മറ്റു ലക്ഷണങ്ങളൊക്കെ വിടുക. ഇന്ന് മഹാകാവ്യം ആരെങ്കിലും എഴുതുമോ? എഴുതുന്നുണ്ടോ? സംശയമാണ്. എഴുതുന്നില്ല. മഹാകാവ്യം ഇറങ്ങുന്നത് എന്തുകൊണ്ടാ? ഒന്ന്, അത് വായിക്കാനുള്ള സമയം നമുക്കില്ല. അതിന്റെ കാലവുമല്ല. അതൊരു കാലത്തിന്റെ അടയാളമായിരുന്നു. നമ്മൾ മഹാകാവ്യം മാറി ഖണ്ഡകാവ്യം വന്നു. അതും ഇപ്പോൾ ആരും എഴുതുന്നില്ല. പിന്നീട് 4 വരി കവിതകളിലേക്ക് നമ്മൾ മാറി. നമ്മുടെ സാഹിത്യമല്ല, ലോക സാഹിത്യം തന്നെ. പിന്നെ ജാപ്പാനീസ് ഹൈക്കു വന്ന സമയത്ത് ഹൈക്കു എന്ന രീതിയിൽ 3 വരി കവിതകൾ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തു. പിന്നീട് അതും മാറി. 3 വരിക്കും നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് വായിച്ച് ആശയം കിട്ടണം. വലിയ ലോകങ്ങൾ മുഴുവൻ 1ഓ 2ഓ വരികളിലേക്ക് ഒതുക്കണം എന്ന ആശയത്തിന്റെ പരമായി 2 വരി കവിതകൾ വന്നു. അതും സാധ്യമായി. അപ്പോഴും തീർന്നില്ല. എന്തുകൊണ്ട് ഒരു വരിയിൽ ഈ മഹാകാവ്യത്തിൽ പറഞ്ഞ അതേ ആശയങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഒരു വരിയിൽ ഒതുക്കിക്കൂടാ? നമുക്ക് സാധ്യമാണോ? ഒറ്റ ലൈൻ പോയം
സാധ്യമാണോ? പക്ഷെ സാധ്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്, മറ്റു ഭാഷകളിലൊക്കെ, വിദേശ ഭാഷകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ മലയാളത്തിൽ നമ്മൾ തീരുമാനിച്ചു, ഒരു വരി കവിത, ധാരാളം സമാഹാരങ്ങൾ മലയാളത്തിൽ ഒറ്റ വരികളിൽ പുറത്തിറങ്ങി. അതിലൊരു ശ്രീകുമാർ കരിയാട്, ഞാൻ ഉദാഹരണം പറഞ്ഞാലേ പിടികിട്ടു. അത് ശ്രീകുമാർ കരിയാട് എന്ന് പറയുന്ന ഒരു പോയറ്റിന്റെ ഒരു വരി കവിത ഞാൻ പറയാം. ഒറ്റ വരിയേ ഉള്ളൂ. ലൈൻ ഇതാണ്: ഒരാൾക്കുള്ളിൽ എത്ര കർട്ടനുകളുണ്ട്. കവിത കഴിഞ്ഞു. ഒരാൾക്കുള്ളിൽ എത്ര കർട്ടനുകളുണ്ട്. കർട്ടൻ തന്നെ, ജനലുള്ള കർട്ടൻ. നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഞാനിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ബിനീഷ് എന്ന് പറയുന്ന ഞാൻ ഒരു കർട്ടൻ ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു നിൽക്കുന്നത്, ഒരു പ്രസംഗകനായിട്ടുള്ളത്. ഇവിടുന്ന് ഇറങ്ങിയാൽ എന്റെ സുഹൃത്തുക്കളെടുത്തെത്തുമ്പോൾ ഈ കർട്ടൻ മാറ്റി എന്റെ അടുത്ത കർട്ടൻ വന്നു, അല്ലേ? ഞാൻ വീട്ടിലെത്തുമ്പോൾ മറ്റൊരു കർട്ടനായി, ഞാൻ കുളിമുറിയിലെത്തുമ്പോൾ മറ്റൊരു കർട്ടനാണ്. ഇങ്ങനെ നമ്മുടെ സ്വകാര്യമായ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശരിക്കൊരു ആത്മപരിശോധന നടത്തിയാൽ ഒരു മനുഷ്യൻ എത്ര കർട്ടനുകൾ ഇട്ടുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. വലിയൊരു ഇപ്പൊ സൈക്കോളജി പഠിപ്പിക്കുന്ന ടീച്ചർ ഇവിടെ ഉണ്ട്, റൈച്ചൽ ടീച്ചർ. സൈക്കോളജി ഒക്കെ വെച്ച്, തിയറി ഒക്കെ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒരു തീസിസ് തന്നെ എഴുതാനുള്ളത് ആ ഒരു വരിയിലുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ വലിയ ആശയങ്ങളെ, വലിയ ലോകങ്ങളെ ഒരു വരിയിലേക്ക് ഒതുക്കാനുള്ള ശ്രമം നമ്മുടെ സാഹിത്യത്തിൽ നടന്നു വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സാഹിത്യത്തിന്റെ വലിയ മുന്നേറ്റങ്ങളാണ്. ഇത് കവിതയുടെ കാര്യം മാത്രം. നോവൽ എടുത്തു നോക്കൂ, നോവൽ സാഹിത്യത്തിന്റെ കാര്യം. നമുക്ക് ഒരു കാലത്ത് ലിറ്റററി ഫിക്ഷൻ എന്നൊരു വിഭാഗം മാത്രമേ ഉണ്ടായുള്ളൂ. നമുക്ക് തരംതിരിച്ച് കാണാൻ കഴിയില്ല. ലിറ്റററി ഫിക്ഷൻ എല്ലാം അതിലാണ് വരുന്നത്. പക്ഷെ റൊമാൻറ്റിക് ഇഷ്ടമുള്ള ഒരാൾ തീരുമാനിക്കുകയാണ്, എനിക്ക് റൊമാൻറ്റിക് ധാരാളം കടന്നു വരുന്ന ഒരു നോവൽ വായിക്കണം. അവർക്ക് എളുപ്പം അത് പിടികിട്ടില്ല. പക്ഷെ ഇന്ന് മാറി. ഇന്ന് ലോക സാഹിത്യത്തിനൊപ്പം തന്നെ, ലോക സാഹിത്യത്തിനുള്ള പദമേ തെറ്റാണെന്നാണ് ഇപ്പോൾ പുതിയ വാദം, എന്തെങ്കിലും ഞാൻ എളുപ്പം മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് റൊമാൻറ്റിക് ഫിക്ഷൻ ഉണ്ട് ഒരു ഭാഗത്ത്. ക്രൈം കാര്യങ്ങൾ ഇഷ്ടമുള്ള മനുഷ്യർക്ക് വായിക്കണമെങ്കിൽ ക്രൈം ഫിക്ഷൻ സീരീസ് ഉണ്ട്. ചിലർക്ക് ഇതൊന്നും വേണ്ട, സിനിമയുടെ കാലമാണല്ലോ, എനിക്ക് സിനിമ കാണുന്നത് പോലെ ഒരു നോവൽ വായിക്കണം. അങ്ങനെയുള്ളവർക്ക് സിനിമാറ്റിക് ഫിക്ഷൻ ഉണ്ട്. ചിലർക്ക് ഗൗരവമുള്ളത് വായിക്കാൻ, അത് വേറെയുണ്ട്. ഇനി ഗൗരവം വേണ്ട, എന്നാൽ വെറും പൈങ്കിളി ആവാൻ പാടില്ല, അതിനും നമുക്കുണ്ട് അപ്മാർക്കറ്റ് ഫിക്ഷൻ. പൈങ്കിളിക്കും ഗൗരവമായ വായനയ്ക്കും ഇടയിൽ ഒരു പാലം ഇട്ടുകൊണ്ട് നമ്മൾ പുതിയൊരു സാഹിത്യത്തെ സൃഷ്ടിച്ചു, അപ്മാർക്കറ്റ് ഫിക്ഷൻ. അങ്ങനെ റൊമാൻറ്റിക് ഫിക്ഷൻ, അപ്മാർക്കറ്റ് ഫിക്ഷൻ, ക്രൈം ഫിക്ഷൻ, സിനിമാറ്റിക് ഫിക്ഷൻ, ഇങ്ങനെ നോവലുകളിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ പുതിയ കാല സാഹിത്യത്തിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ്. ഇപ്പൊ അഖിൽ പി ധർമ്മജനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അഖിൽ പി ധർമ്മജന് സിനിമാറ്റിക് ഫിക്ഷനാണ്. ശ്രീപാർവതി അടങ്ങുന്ന ആളുകളുടെ ക്രൈം ഫിക്ഷനുകളാണ്. ഇപ്പൊ ഞങ്ങൾ അടങ്ങുന്ന ആളുകളുടെ ഒക്കെ പുസ്തകങ്ങൾ അപ്മാർക്കറ്റ് ഫിക്ഷനാണ്. അങ്ങനെ സാഹിത്യത്തിൽ തന്നെ പല വിഭാഗങ്ങൾ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ന് മാറി എന്നുള്ളതാണ്. കഥകൾ എടുത്തു നോക്കൂ, കഥകളിൽ മാറ്റം വന്നു. ഇപ്പൊ നോവല് എന്ന രീതിയിൽ ദീർഘമായ നീണ്ട കഥകൾ വന്നു, ചെറുകഥകൾ വന്നു, മിനിക്കഥകൾ വന്നു. അതൊക്കെ മാറി മാറി ഇപ്പോൾ ടിഷ്യൂ പേപ്പർ കഥകൾ എന്ന രീതിയിൽ കഥാലോകം മാറി. ഒരു ടിഷ്യൂ പേപ്പറിൽ വായിക്കാൻ, ഇപ്പൊ പണ്ട് യൂറോപ്പിൽ ഒരു ആക്ടർ, ആ സ്റ്റോറിയുടെ പേരെന്നോട് വിട്ടുപോയി, ഈ ടോയ്ലറ്റ് പേപ്പർ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടോയ്ലറ്റ് പേപ്പർ ഒരു കമ്പനി പരീക്ഷണം നടത്തിയത് ഒരു കഥയുടെ ഒരു വരി എഴുതും ഒരു ടോയ്ലറ്റ് പേപ്പറിൽ. അത് ഈ പണ്ട് നമ്മുടെ മനോരമയിലൊക്കെ വരുന്നത് പോലെ തുടരും എന്ന രീതിയിൽ അവിടെ അങ്ങ് അവസാനിക്കും. സ്വാഭാവികമായിട്ട് ടോയ്ലറ്റിൽ പോകുന്ന മനുഷ്യർ എന്ത് ചെയ്യും? ഇതൊന്ന് യൂസ് ചെയ്ത് വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ തുടരും. അപ്പൊ അടുത്ത പേപ്പർ എടുക്കും. അങ്ങനെ ഇതിന്റെ അടുത്ത ഭാഗം അടുത്തതിലാണ്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ടോയ്ലറ്റ് പേപ്പറുകൾ വിറ്റ് ആ കമ്പനി വലിയ കമ്പനിയായി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് ഈ ടിഷ്യൂ പേപ്പർ കഥകൾ അത് നമ്മുടെ മലയാളത്തിൽ വന്നു. ടിഷ്യൂ പേപ്പർ കഥ, അമലിനെ പോലെയുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് കിട്ടിയ അമലിനെ പോലെയുള്ള VH നിഷാദിനെ പോലുള്ള ആളുകൾ ഇന്ന് എഴുതുന്നത് ടിഷ്യൂ പേപ്പർ. നമുക്ക് എളുപ്പം വായിച്ച് മാറ്റിവെക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വായന. അപ്പൊ ഇത് ഞാൻ എഴുത്തിന്റെ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഈ എഴുത്തിന്റെ ഞാൻ പെട്ടെന്ന് നിർത്താൻ നമുക്ക് ഡിസ്കഷന്റെ അതിലേക്ക് പോവാം. കാരണം ഓൾറെഡി എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. മാത്രമല്ല, ഇത് എഴുത്തിന് മാത്രമാണോ, ഇത് വായനയെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടതാണ് വായന മരിച്ചു. നിങ്ങളും കേൾക്കുന്നുണ്ടാവും, വായന മരിച്ചു. ഈ ഇലക്ട്രോണിക് വായനകൾ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പ്രസ് എല്ലാം അടച്ചുപൂട്ടും, ഈ പത്രങ്ങളെല്ലാം അവസാനിക്കും, എഡിറ്റർമാരുടെ ജോലി പോകും, പ്രിന്റഡ് മേഖല അവസാനിച്ചു എന്ന്. പക്ഷേ 2022 ശേഷം എന്താണ് സംഭവിച്ചത്? നമ്മുടെ മലയാളത്തിൽ നമുക്ക് സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക്
ഈ വായനകൾക്കൊപ്പം തന്നെ പ്രിന്റഡ് വാരികകളും പ്രിന്റഡ് മാഗസിനുകളും പ്രിന്റഡ് പുസ്തകങ്ങളും സജീവമായി എന്നുള്ളതാണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി 3 വർഷത്തിനുള്ളിൽ 3.5 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞു. ആരാണിതെല്ലാം വായിച്ചത്? ആരാണിതെല്ലാം വാങ്ങിയത്? നമ്മളാണ്. വായന മരിച്ചു എന്ന് നിരന്തരം അലമുറയിട്ടുണ്ടിരുന്ന നമ്മുടെ സമൂഹമാണിത് വാങ്ങിച്ചത്. തീർന്നില്ല. ഒരു കാലത്ത് നമുക്ക് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു ഈ പെരുമ്പടവം ശ്രീധരൻ സാറിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകം 1 ലക്ഷം കോപ്പി എത്തി. പക്ഷെ അത് 10-20 വർഷത്തിന് ശേഷമാണ് ഒരു പുസ്തകം 1 ലക്ഷം കോപ്പിയിലേക്ക് എത്തുന്നത്. ഈ ബെന്യാമിന്റെ ആടുജീവിതം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് 1 ലക്ഷം കോപ്പിയിൽ എത്തിച്ചേരുന്നത്. അതൊക്കെ നമുക്ക് വലിയ ആഘോഷമായിരുന്നു. പക്ഷെ ഏറ്റവും ഈ കാലത്ത് നിന്ന് നോക്കുമ്പോൾ 3 വർഷത്തിനുള്ളിൽ 3.5 ലക്ഷം കോപ്പി പോകുന്നു. നിമ്ന വിജയ് എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ പുസ്തകം 1 വർഷത്തിനുള്ളിൽ 1.5 ലക്ഷം കോപ്പി പോകുന്നു. പുസ്തകങ്ങൾ അങ്ങനെ നിരവധി. ഇപ്പൊ ഒരിക്കൽ എന്ന എൻ മോഹനൻ, അദ്ദേഹം മരിച്ചിട്ട് 25 വർഷമായി. 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ എൻ മോഹനൻ എന്ന എഴുത്തുകാരന്റെ ഒരിക്കൽ എന്ന നോവൽ ഇപ്പോ ഈ ന്യൂജൻ എന്ന് നമ്മൾ വിളിക്കുന്ന കാലത്ത് 10-30 എഡിഷൻ പോയി എന്നുള്ളതാണ്. അത്രയും ലക്ഷക്കണക്കിന് കോപ്പികൾ പുറത്തിറങ്ങി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എഴുത്തിന്റെ വായനയുടെ ഒരു ലോകത്തെ നിർണ്ണയിക്കുക? നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല ഏത് പുസ്തകം എന്ന് ലോകത്ത് വായിക്കപ്പെടുമെന്ന്. എൻ മോഹനൻ മരിച്ചതറിയാതെ ആ പബ്ലിക്കേഷനിൽ ചെന്ന് ഓതർ സൈൻഡ് കോപ്പി ആവശ്യപ്പെട്ട മനുഷ്യരുണ്ട്. 25 കൊല്ലം മരിച്ചു പോയൊരു മനുഷ്യന്റെ ഓതർ സൈൻഡ് കോപ്പി ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ളൊക്കെ വായന വളരെ സജീവമായ, എഴുത്ത് സജീവമായ ഒരു കാലമായി ഇന്ന് മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ വായന മരിച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് മനുഷ്യൻ വീണ്ടും വീണ്ടും ഭാവനാ ജീവിതത്തിന് വേണ്ടി കൊതിക്കുകയും ആ ഭാവനാ ജീവിതം തേടിയുള്ള യാത്ര പുസ്തകങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, സാഹിത്യം ചെയ്യുന്ന ധർമ്മം എന്താണ്? നന്നായി വായിക്കുന്ന ഒരു ക്രിമിനലിനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അത്രയേറെ വായിക്കുന്ന ഒരാൾ ക്രിമിനലായി മാറിയത്, അല്ല ക്രിമിനലായ ഒരു എഴുത്തുകാരനെ നമുക്ക് കാണിച്ചു തരും? ഉണ്ടാവോ? 1-2 അല്ലേ? ക്രിമിനൽ, കൊല്ലുന്ന ഒരു എഴുത്തുകാരൻ ഇല്ല. ഡാറ്റ എടുത്ത് നോക്കിയാൽ വളരെ ചുരുക്കം. അതേ സമയത്ത് ക്രിമിനലായ മനുഷ്യർ എഴുത്തിലൂടെയും വായനയിലൂടെയും നല്ല മനുഷ്യരായി ജീവിച്ചിട്ടുണ്ടോ? ധാരാളം തെളിവുകൾ മലയാളത്തിലുണ്ട്. മലയാളത്തിൽ ഇപ്പോ ആന്റണി എന്നൊക്കെ പറയുന്ന ആൾ ഇപ്പോ തലക്കടിച്ച് കൊന്ന ആളുകൾ വരെ ജയിലിലിരുന്ന് വായിക്കുകയും വായനയ്ക്ക് അപ്പുറത്തേക്ക് വരികയും തന്റെ അനുഭവങ്ങൾ എഴുതി വെക്കുകയും നല്ല ജീവിതം നയിക്കുകയും ചെയ്ത മനുഷ്യരായി മാറുന്നു. ഇപ്പൊ ഒരു കള്ളന്റെ ആത്മകഥ വന്നു, തസ്കരൻ. അത് അല്ലെ, അദ്ദേഹം എത്രയോ കാലം മോഷണം നടത്തി ഇത് കള്ളന്റെ ജീവിതം ജീവിച്ച മനുഷ്യൻ അതെല്ലാം മാറി വായനയിലൂടെയും എഴുത്തിലൂടെയും വന്ന് എഴുത്തുകാരനായി രൂപപ്പെട്ടു വരുന്നു. വായനയിൽ വരുന്നു, നല്ല മനുഷ്യത്വമുള്ള മാനവികതയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. അപ്പൊ ഏത് ക്രൂരനെയും ഏത് കൊലയാളിയെയും നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നതിൽ എല്ലാ കാലത്തും എഴുത്തും സാഹിത്യവും സംഗീതവും എല്ലാം വഹിച്ച പങ്ക് ചെറുതല്ല. അത് തന്നെയാണ് ഈ കാലത്തും സാഹിത്യത്തിന്റെയും സർഗാത്മകതയുടെയും പ്രസക്തി എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് വായന ഒരിക്കലും നമ്മെ മറ്റൊരു മേഖലയിലേക്കോ ക്രൗര്യമായൊരു ശാഖകളിലേക്കോ നയിക്കുകയില്ല. അത് നമുക്ക് അതിജീവിക്കാനില്ല. എത്ര മനുഷ്യരെ അതിജീവിപ്പിച്ചു. ഇപ്പൊ ക്യാൻസർ വന്ന മനുഷ്യരെ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പുസ്തകങ്ങളുണ്ട്. ഇന്നസെന്റിന്റെ ഒരു ക്യാൻസർ വാർഡിലെ ചിരി, ഇന്നസെന്റ് അദ്ദേഹം മരിച്ചുപോയി, വിട പറഞ്ഞു നമ്മളോട്. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ച എത്രയോ മനുഷ്യർ തിരിച്ചു വന്നു, ക്യാൻസറിൽ നിന്ന് ചിരിക്കാൻ പഠിപ്പിച്ചു. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതാണ് 2 തവണ വായിച്ച മനുഷ്യർ അവിടെ ഇരിക്കുന്നു. ഇതാണ് സാഹിത്യത്തിന്റെ പ്രസക്തി. ജീവിതം എന്ന അത്ഭുതം എന്ന പുസ്തകം അസുഖം ബാധിച്ച എല്ലാ മനുഷ്യരും വായിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലെ? ഇതല്ല എന്റെ രോഗമൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഗംഗാധരൻ ഡോക്ടറുടെ പുസ്തകം, ക്യാൻസർ വായിച്ച മനുഷ്യർ, ഇവരെയൊക്കെ എത്രയോ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചത് ഇത്തരം പുസ്തകങ്ങളാണ് എന്നതാണ്. അതുകൊണ്ട് പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് അതിജീവനത്തിനും ജീവനത്തിനും ഉള്ളതാണ്. ലോകത്ത് കൊല്ലപ്പെട്ട വിപ്ലവകാരികളെയൊക്കെ നോക്കൂ. നമ്മളിപ്പോ ചെഗുവേരയൊക്കെ ആവേശത്തിൽ പറയും. ചെഗുവേര എന്ന് മരിച്ച സമയത്ത് പറയപ്പെടുന്നത് അമേരിക്കൻ പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ കീശയിൽ തോക്കും ബോംബും തപ്പിയപ്പോൾ കിട്ടുന്നത് കവിതയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് സ്വപ്നം കാണാൻ. കവിത പോരാടുന്ന സമയത്തും കീശയിൽ കവിതയും പുസ്തകവുമായി ജീവിക്കുന്ന മനുഷ്യർ. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരുപാടില്ലേ. ഭഗത് സിംഗിന് നമ്മൾ പറയും, തൂക്കുമരത്തിലേക്ക് നടക്കുന്ന സമയത്ത് അവസാനമായി എന്തെങ്കിലും
ആഗ്രഹമുണ്ടോ എന്ന് സാധാരണ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഈ പുസ്തകം ഒന്ന് വായിച്ചു തീരണമെന്നാണ്. പുസ്തകം വായിച്ച് തീർത്ത ശേഷം നേരെ പോകുന്നത് തൂക്കുമരത്തിലേക്കാണ്. രാംപ്രസാദ് ബിസ്മില്ല പോലെയുള്ള ആളുകൾ തൂക്കുമരത്തിൽ ആടുമ്പോൾ പോലും നെഞ്ചിൽ പിടിച്ചുകൊണ്ടിരുന്നത് പുസ്തകത്തെയാണ്. ഇതാണ് പുസ്തകം മനുഷ്യനെ അതിജീവിപ്പിക്കുന്നത്. എല്ലാ കാലത്തും മരണത്തിൽ നിന്നും മരണാതീതമായ ഒരു ജീവിതം മനുഷ്യന് നൽകുന്നത് പുസ്തകങ്ങളാണ്. ഇപ്പൊ ടാഗോർ ചോദിക്കുന്നുണ്ട് കാളിദാസനെ പറ്റി, അല്ലെ, അങ്ങ് ഇത്രയും കാലശേഷം കഴിഞ്ഞിട്ട് അങ്ങ് എവിടെ നിൽക്കുന്നു, അല്ലെ, അങ്ങ് ആ കാലത്ത് ഭരിച്ച രാജാക്കന്മാരെവിടെ? കാളിദാസൻ 500 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ വായിക്കുന്നു, അതിൽ വിഭ്രമിച്ച് ജീവിക്കുന്നു. ആ കാലത്ത് ജീവിച്ച ഭരണാധികാരികൾ എവിടെ? ബഷീറിന്റെ ശബ്ദങ്ങൾ മലയാളത്തിൽ, അല്ലേ, മലയാളത്തിൽ ശബ്ദങ്ങൾ എന്ന കൃതി ബഷീർ എഴുതിയപ്പോ അത് നിരോധിച്ചു കളഞ്ഞു. കാരണം അത് അശ്ലീലമാണ്, പ്രശ്നമാണ്, അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞ് നിരോധിച്ചു. ആ നിരോധിച്ച മനുഷ്യരെവിടെ? ശബ്ദങ്ങൾ ഇന്നും നമ്മൾ വായിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ആവേശത്തോട് പറയുന്നു. അന്ന് ബഷീർ പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അല്ലെ, മാതൃത്വം നമ്മുടെ മാതൃത്വ സങ്കല്പം എന്ന് പറയുന്നത് അപാരമായ വിശുദ്ധിയുടെ ഒക്കെ മാതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു വിശുദ്ധ സങ്കല്പമുണ്ട്. പക്ഷെ ശബ്ദങ്ങൾ വായിച്ചവർക്കറിയാം ഇങ്ങനെയും മാതാവുണ്ട്. ജീവിക്കാൻ വേണ്ടി ലൈംഗിക തൊഴിലെടുക്കുകയും ചോര കുഞ്ഞിനെ ഉറുമ്പുകൂട്ടിൽ കിടത്തേണ്ടി വരികയും ഇപ്പുറത്തുനിന്ന് ലൈംഗിക പ്രവൃത്തി എടുക്കുകയും എന്നാൽ കുഞ്ഞ് കരയുമ്പോൾ ഓടി വന്ന് വീണ്ടും അതിന് മുല കൊടുക്കുകയും വീണ്ടും അതിലേക്ക് പോവുകയും ഇതും മാതാവാണ്. ജീവിക്കാൻ വേണ്ടി മനുഷ്യർക്ക് ഇങ്ങനെയുള്ള മാതാവ് നമ്മളുടെ ഈ AC ഹാളിൽ ഇരുന്ന് ജീവിക്കുന്നത് മാത്രമല്ല ജീവിതമെന്നും, ഇങ്ങനെ ദുരിത ജീവിതം നയിക്കുന്ന മാതൃത്വത്തെ ചേർത്ത് പിടിക്കുന്ന അനേകം മാതാക്കൾ ഈ ലോകത്തുണ്ടെന്നുള്ള കാഴ്ച നമുക്ക് കാണിച്ചു തന്നത് ബഷീർ അടങ്ങുന്ന ആളുകളാണ്. ആ കൃതിയാണ് അത് നിരോധിച്ച് കളഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മൾ അത് വായിക്കുന്നു, അതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയുന്നു, ചരിത്രം തിരിച്ചറിയുന്നു, സാംസ്കാരികത തിരിച്ചറിയുന്നു, ഇതെല്ലാം തിരിച്ചറിയുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമാണെന്നും ഏത് മനുഷ്യനും ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടാമെന്നും നമ്മൾ ചിന്തിക്കുന്നു. യുദ്ധം നടക്കുമ്പോൾ പുറത്ത്, അല്ലേ, യുദ്ധം നടക്കുമ്പോൾ നമുക്കിത് വായിക്കാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കണ്ണ് ഭക്ഷണത്തിൽ കാണേണ്ടി വരുന്ന ഒരാൾ. ഇന്ന് ലോകം നടക്കുന്ന പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം, വാർത്തകൾ കാണുമ്പോൾ നമുക്കറിയാം, പുസ്തകങ്ങൾ മരിക്കുന്നില്ല. പുസ്തകങ്ങൾ പറഞ്ഞു വെച്ചതെല്ലാം ഓരോ നിമിഷവും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ക്രാന്തദർശി കവി എന്ന് നമ്മൾ വിളിക്കുന്നത്. മുൻകൂട്ടി കാണാൻ അറിയുന്നവരാണ് കവികൾ, എഴുത്തുകാർ. ഇതൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. കുറെ സംസാരിച്ചെന്ന് തോന്നുന്നു, ഓൾറെഡി സമയമായി ഏകദേശം. നമുക്ക് ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. ഞാൻ ഇത്രയാണ് പറഞ്ഞത്. എല്ലാ കാലത്തും മനുഷ്യന്റെ ജീവനത്തിനും അതിജീവനത്തിനും ഭാവനാ ലോകത്തിനും എല്ലാം ചേർന്ന് നിൽക്കുന്ന വിശാലമായ ഒരു ഭൂപടമാണ് സാഹിത്യത്തിനുള്ളത്. അത് കേവലമായ ഭാവനയല്ല, ചരിത്രമാണ്, സംസ്കാരമാണ്, രാഷ്ട്രീയമാണ്. ഇതെല്ലാം ചേർന്ന് പോകുന്ന ഒന്നാണ്. അതിലപ്പുറം മനുഷ്യന്റെ അതിജീവനം കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും നമുക്ക് തമ്മിൽ പറയാനുണ്ടെങ്കിൽ, അതാണല്ലോ വായനയുടെ എഴുത്തിന്റെ ഇടം, അതാണ് തുറക്കുന്നത്. തമ്മിൽ സംസാരിക്കാനുള്ള ഒരു ഇടമാണ് തുറക്കുന്നത്. തീർച്ചയായും നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ. All right, we have one quick question. Can we please pass on the mic? സാറിനെ ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്ത 5 ബുക്സ് ആൻഡ് 5 ഓതേഴ്സ്. സോറി, 5, ദാറ്റ് ഇസ് വാട്ട് ഐ മീൻ. പറഞ്ഞ മാറിപ്പോയതാണ്. അത് നമുക്ക് അങ്ങനെ 5 എണ്ണമായി തരംതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. എന്നിരുന്നാലും അത്യാവശ്യം പുസ്തകങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഗാന്ധിയുടെ ആത്മകഥ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നിത്യചൈതന്യയതിയുടെ പുസ്തകങ്ങൾ ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഞാൻ വായിച്ചത് S. ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴുവാണ്, ഒരു നോവൽ. അത് ഒരു വല്ലാതെ എന്റെയൊക്കെ ഒരു നമ്മളെപ്പോഴും ഒരു കൃതി, കാരണം വായന ഒരു രൂപത്തിലല്ലല്ലോ, ഓരോ മനുഷ്യന്റെ വായനയും വ്യത്യസ്തമാണ്. ഞാൻ വായിക്കുന്നത് പോലെ ആയിട്ടില്ല ഒരുപക്ഷെ മേഡം വായിക്കുന്നത്. അത് മേഡത്തിന്റെ അനുഭവ ലോകങ്ങൾ മറ്റൊന്നായിരിക്കും. അതായത് നമ്മുടെ അനുഭവ ലോകങ്ങളുമായി എവിടെയൊക്കെയോ തൊടുന്നു എന്ന് തോന്നുന്ന കൃതികളാണ് നമുക്ക് സ്വന്തം. ഇപ്പം തപോമയുടെ അച്ഛൻ എന്ന ഈ സന്തോഷ് കുമാറിന്റെ നോവൽ, ജ്ഞാനഭാരം, ഇതൊക്കെ എന്റെ വ്യക്തിപരമായി എന്നെ എവിടെയൊക്കെയോ ഞാൻ തന്നെയാണല്ലോ ഇതിൽ ചില ആൾ എന്ന് തോന്നുന്ന ഇടത്താണ് നമുക്ക് ആ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇഷ്ടമാണെന്നുള്ളത്. താങ്ക് യു. All right, do we have any more questions? Please. Definitely psychology related ആയ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. പ്ലീസ് മാം. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സൈക്കോളജിസ്റ്റ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവര് ബുക്കിൽ എഴുതാൻ പറയും.
അപ്പം കൂടുതൽ പേരും അവരവരുടെ എക്സ്പീരിയൻസസ് ആയിരിക്കും എഴുതുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കുറെ കവിതകളായിട്ടായിരിക്കും മുന്നോട്ട് വരുന്നത്. അപ്പം ദിനേശ് ഇപ്പം പറഞ്ഞു നമ്മൾ മുന്നോട്ട്, അതായത് കവികളെല്ലാം മുന്നോട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാ. എന്റെ ചോദ്യം എന്ന് വെച്ചാല്, ഇനി മുന്നോട്ടുള്ള ആൾക്കാർ, അതായത് കൂടുതലും ഈ AI റിലേറ്റഡ് ആയിട്ടുള്ള ChatGPT പോലത്തെ സംഭവം യൂസ് ചെയ്യുമ്പോൾ എത്രമാത്രം ഈ പറഞ്ഞ കവികൾ കവി ആയിരിക്കേണ്ട ആൾക്കാരായിരിക്കണമല്ലോ. എന്നാൽ ഇവർ കൂടുതൽ ഈ AI ജനറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സ്വന്തം ബുദ്ധി യൂസ് ചെയ്യാതെ ചുമ്മാ ഓരോ വാചകം പഠിക്കുമ്പോൾ അവർക്ക് കുറെ സംഭവങ്ങൾ വരുന്ന ഒരു യുഗത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ യുവാക്കളെ ഇപ്പോൾ കാണുന്നത്, നോക്കിക്കാണുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് ഏത് AI കാലം വന്നാൽ പോലും, എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ പോലും മനുഷ്യന്റെ ഭാവനകൾക്ക് ഒരു പഞ്ഞവുമില്ല. അല്ലെ, മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനുഷ്യന്റെ നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ എങ്ങനെയാണ് ഒരു AIക്ക് എഴുതാൻ കഴിയുക? ഇപ്പൊ എന്റെ വ്യക്തിപരമായ അനുഭവം എന്റെ മാത്രം അനുഭവമാണ്. അത് എഴുതാൻ എനിക്കേ കഴിയൂ. AIക്ക് നമുക്ക് കൊടുക്കാം, ഇത് ചെയ്യൂ ഇത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയും. അത് ചെയ്യുന്നത് അതിന്റെ ഒരു അംശം പോലും ആവണമെന്നില്ല. അതുകൊണ്ട് എത്ര യുഗം വന്നാലും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. കാളിദാസൻ മരിച്ചിട്ട് 500-600 വർഷമായി. എന്തുകൊണ്ടാണ് ഈ AI കാലത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ കാളിദാസനെ വായിക്കുന്നത്? അതാണ് സാഹിത്യത്തിന്റെ, അല്ലെ ഭാസനെ വായിക്കുന്നത്, അല്ലെങ്കിൽ ആശാനെ വായിക്കുന്നത്, നേരത്തെ ബഷീറിനെ വായിക്കുന്നത്. മരിച്ചിട്ട് എത്ര കൊല്ലങ്ങളായി? AI കാലമല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ ഭാവനക്ക് അത് അനന്തമാണ്. അനന്തമായ മനുഷ്യ ഭാവന ഉള്ളിടത്തോളം കാലം മനുഷ്യന് സാഹിത്യവും കലയും സംഗീതവും ഇതെല്ലാം അവനോടൊപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് AI കാലം, ജെൻസെറ്റിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നത്. മുമ്പില്ലാത്ത വിധം ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നത്. സ്റ്റോറി ടെല്ലർ എടുത്തു നോക്കുക, ആപ്പ് ഏറ്റവും കൂടുതൽ ന്യൂജൻ ആളുകളാണ് അത് കേൾക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇക്കാലത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ എത്ര കാലം കഴിഞ്ഞാലും സാഹിത്യവും കലയും മനുഷ്യനോടൊപ്പം തന്നെ അതിജീവനത്തിനായി ഉണ്ടാകുമെന്നാണ് എന്റെ തോന്നൽ. താങ്ക് യു സോ മച്ച്. സോ യെസ്, വീണ്ടും ചില ചോദ്യങ്ങൾ ഉണ്ടെന്നറിയാം. നമ്മളുടെ മേ ബി ആഫ്റ്റർ ദ സെഷൻ ഓൾസോ സർ കുറച്ചു നേരം അവൈലബിൾ ആയിരിക്കും. യു കുഡ് ആസ്ക് ഹിം ഈവൻ ഓഫ്ലൈൻ. ആൻഡ് താങ്ക് യു സോ മച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ചരിത്രവും അല്ലെങ്കിൽ എങ്ങനെ നമ്മളുടെ ഓരോ കാലങ്ങളെ സാഹിത്യം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കുറച്ചുകൂടെ നല്ലൊരു ഉൾക്കാഴ്ച തന്നെയായിരുന്നു ഈ ഒരു സെഷൻ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് മെസ്സേജ്. ഒരിക്കലും സാഹിത്യം അല്ലെങ്കിൽ പുസ്തക വായന ഇതൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിന്റെ രൂപങ്ങൾ മാത്രമേ മാറുന്നുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഞങ്ങളുടെ സ്നേഹസൂചകമായ ഒരു ചെറിയ സമ്മാനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. ആൻഡ് മേ ഹംബ്ലി റിക്വസ്റ്റ് ഡോക്ടർ പാർവതി, the respected assistant professor from the Department of English, to kindly do us this honor, please. And everyone, that was Mr. Binish Pudupadam, the author, the thought maker. Thank you so much once again.